ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എസ് ഫോർ സീരീസ്. എപ്പിസോഡ് തുടക്കത്തിൽ ഫാങ് തന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ അച്ഛൻ വന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഫാങ്ങിനെ കണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. അയാൾ അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊക്കെ പറയുന്നു. ഇതേ സമയം ഗേൾഫ്രണ്ടിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവനോട് അകത്തേക്ക് വരാൻ പറയുന്നു. ഫാങ് ഇപ്പോ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് അവൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഗേൾഫ്രണ്ടിന്റെ അമ്മ അവനോട് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നു. ഇപ്പോ ഫ്രണ്ടിനെ കാണിക്കുന്നു. പിയെ അവന് പുതിയ പ്രൊജക്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അവൻ കുറച്ചു ദിവസം ഞാനിവിടെ കാണില്ല, ഒന്ന് പുറത്തു പോവാണ്, നീ കമ്പനിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഫ്രണ്ട് ഇപ്പോ ഞാനിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള ആ വലിയ കുഴി കണ്ട് സിംഗ് പുറത്തു വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. ഇപ്പുറത്ത് ഫാങ് കിടക്കുന്നത് കാണിക്കുന്നു. സിംഗ് അങ്ങോട്ടേക്ക് വന്ന് അവനൊരു മരുന്ന് കൊടുത്തിട്ട് അത് കഴിക്കാൻ പറയുന്നു. അവനും അത് കഴിക്കുന്നു. ശേഷം ഇതെന്ത് മരുന്നാണ് എന്ന് ചോദിക്കുന്നു. ഇത് കഴിച്ചാൽ നിന്റെ ഉള്ളിലെ പോയിസൺ ഒക്കെ ഇല്ലാതാവും, പിന്നെ നിനക്ക് തലവേദനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിന്നതും അവൾക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നു. അപ്പ അവൾ ഫാങ്ങിനെ വിളിക്കുന്നു. അവൻ വന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അവൾ ബോധം കെട്ട് വീഴുന്നു. ഇപ്പുറത്ത് ഞാന് ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ഒരു വീടിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അത് ഫാങ്ങിന്റെ വീടായിരുന്നു. സിംഗ് അവനോട് ഫാങ്ങിന്റെ നാട്ടിൽ ചെന്നിട്ട് അവനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഫാങ് ഒരു ലോഡ് പുതപ്പൊക്കെ കൊണ്ടുവന്ന് സിംഗിനെ പുതപ്പിക്കുന്നു. ഇത്ര പുതപ്പൊക്കെ പുതച്ചാൽ ഞാൻ പെട്ടെന്ന് തട്ടിപ്പോവും എന്നൊക്കെ അവൾ പറഞ്ഞതും അവൻ അതൊക്കെ മാറ്റുന്നു. അവൻ അവിടെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ നീ ഇങ്ങനെ നോക്കി നിന്നാൽ ഞാൻ എങ്ങനെ ഉറങ്ങും എന്ന് ചോദിക്കുന്നു. ഫാങ് അവളോട് നീ മരിച്ചു പോവുമോ എന്ന് ചോദിക്കുന്നു. നിനക്ക് ഞാൻ മരിക്കാനാണോ ആഗ്രഹം എന്ന് അവൾ ചോദിച്ചതും അവൻ അല്ലെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്ന് അവളും പറയുന്നു. അവൻ ഇതിനു മുമ്പ് നീ മറ്റുള്ളവരുടെ പവറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് നിനക്ക് ഇതുപോലെ സൈഡ് എഫക്റ്റ് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. അന്നൊന്നും എനിക്ക് ഇതുപോലെ വന്നിട്ടില്ല, ഞാൻ ഏതായാലും 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ടും ശരിയായില്ലെങ്കിൽ നമുക്ക് അപ്പ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ചു കിടക്കുന്നു. ഇപ്പൊ ഫാങ് അവളെ കിസ് ചെയ്യാൻ വരുമ്പോൾ സിംഗ് കണ്ണു തുറന്നിട്ട് എന്താ എന്ന് ചോദിക്കുന്നു. അന്നത്തെ പോലെ കിസ് ചെയ്താൽ നിന്റെ അസുഖം മാറിയാലോ എന്നവൻ ചോദിക്കുമ്പോൾ അവൾ അതൊന്നും ഇപ്പൊ വർക്കാവില്ല എന്ന് പറഞ്ഞുറങ്ങുന്നു. ഇവിടെ ഞാനാകട്ടെ അവിടെയുള്ള 2 പേരോട് ഫാങ്ങിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ആ ഫാമിലി കുറച്ചു വർഷം മുമ്പ് ഇവിടുന്ന് പോയതാണ് എന്ന് അവരും പറയുന്നു. എന്നിട്ട് കുറച്ചു ദിവസം മുമ്പ് അവരുടെ റിലേറ്റീവ്സ് ആണ് എന്ന് പറഞ്ഞ് ഒരു വയസ്സായ ലേഡിയും മുഖം വികൃതമായ ഒരാളും ഇതുപോലെ ആ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കാനായി വന്നിരുന്നു. അവർ വന്ന് ആ ഫാമിലിയിലെ ഇപ്പോഴത്തെ ജനറേഷൻ എവിടെയാണെന്ന് ചോദിച്ചു എന്ന് കൂടെ പറയുന്നു. ഞാന് ഫാങ്ങിനെ അന്വേഷിച്ച് ആരായിരിക്കും വന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പുറത്ത് ആരോ കരയുന്നത് അവൻ കേൾക്കുന്നു. അവിടെ ഒരു മുത്തശ്ശിയിരുന്ന് കരയുന്നത് കണ്ട് ഞാന് അവരെന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നു. ആ മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു തെമ്മാടിയാണ്. അവനവന്റെ പൈസയൊക്കെ ചൂത് കളിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോ ആ മുത്തശ്ശിയുടെ പെൻഷൻ പൈസയും കൂടി തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കരയുന്നത്. എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഇവിടെ ഇത് പതിവാണ് എന്നൊക്കെ അവരും പറയുന്നു. ഞാന് ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അവർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ച് ഫാങ്ങിന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നു. മുത്തശ്ശി ആ ഫാമിലി അത്ര റിച്ച് ഒന്നും അല്ലായിരുന്നു, അവർക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. എന്റെ ഫാമിലി ഉൾപ്പെടെ ഈ നാട്ടിലെ പലരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ ഒരു ദിവസം അവർ ആ ഫാക്ടറി ഒക്കെ പൂട്ടിപ്പോയി. കൂടാതെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയൊന്നും അവർ തന്നില്ല. പിന്നെ ആ ഫാമിലിക്ക് മിസ്ബായ് എന്ന ലേഡിയുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവർ ഞങ്ങൾക്ക് തരാനുള്ള പൈസയൊക്കെ തന്നിരുന്നെങ്കിൽ എന്റെ ഫാമിലിയും റിച്ച് ആവുമായിരുന്നു, ഞാനും ഒരു കോടീശ്വരനൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുന്നു. ഇപ്പുറത്ത് ഫാങ് സിംഗ് വിളിക്കുന്നതും കാത്ത് അവളുടെ റൂമിന് മുന്നിലിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ സിംഗ് അവനെ വിളിക്കുന്നു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അവൾ അവനോട് ആ പുതപ്പൊക്കെ മാറ്റാൻ പറയുന്നു. അവനത് മാറ്റിയതും അവളുടെ കാല് മൊത്തം റാറ്റിനായിരിക്കുന്നത് കണ്ട് ഫാങ് അവളോട് ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. എന്റെ ശരീരം പതിയെ റാറ്റിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നവൾ പറയുന്നു. നീ പഴയതുപോലെ ആവാൻ എത്ര ടൈം എടുക്കും എന്നവൻ ചോദിച്ചതും അവൾ അതൊന്നും എനിക്ക് അറിയില്ല, ചിലപ്പോ നൂറ്റാണ്ടുകൾ വരെ എടുത്തേക്കാം എന്ന് പറയുന്നു. എന്നിട്ട്
ഞാൻ മുഴുവനായി റാറ്റിനായി മാറിയാൽ എനിക്ക് നിന്നെ നോക്കാനൊന്നും കഴിയില്ല. അപ്പൊ നീ എന്നെ കത്തിച്ചില്ലാതാക്കുമോ എന്ന് ചോദിക്കുന്നു. അവൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ റാറ്റിനായി മാറിയാൽ ഞാൻ നിന്നെ എന്റെ വീട്ടുമുറ്റത്ത് അടക്കം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അവളും അതിന് സമ്മതിക്കുന്നു. അവൻ അവളോട് നിന്നെ സംബന്ധിച്ച് നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലമായിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എന്നിരുന്നാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ നിനക്ക് എന്നും വെള്ളമൊഴിക്കും എന്നവൻ പറയുന്നു. ഇതൊക്കെ കേട്ട് സിംഗ് ചിരിക്കുന്നു. എന്നിട്ട് അവന്റെ തലയിൽ കൈവച്ച് തടവിയിട്ട് നിന്നെ എല്ലാവർക്കും ഈസിയായി പറ്റിക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോഴാണ് അവന് സിംഗ് തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായത്. അവൻ അവളോട് അപ്പൊ നീ റാറ്റിനായി മാറില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ റാറ്റിനായി മാറും, പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ പഴയതുപോലെയാവും എന്നവളും പറയുന്നു. ഇത് കേട്ട് ഫാങ് അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ സിംഗ് നീ കരയാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഇനി ഞാൻ ഒരിക്കലും നിന്നെ പറ്റിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയായി എന്ന് ചോദിക്കുന്നു. അവൻ 10 മണിയായി എന്ന് പറയുന്നു. ഇനി നീ എന്നെ ചേർക്കാൻ സഹായിക്കണം എന്നവൾ പറഞ്ഞതും അവൻ അവളോട് ചേർന്ന് നിന്ന് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. അവളും ഒന്ന് ചിരിച്ചിട്ട് അവന്റെ നെറ്റിയിൽ തൊട്ടതും അവൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നവന് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ അവൾ തന്നെ റാറ്റിനായി മാറാൻ ഹെൽപ്പ് ചെയ്യണം, അതായത് തന്നെ റാറ്റിനുമായി ചേർക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അവൻ അവളെയും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. സിംഗ് ആകട്ടെ അവനെ കുറച്ച് മാറ്റി നിർത്തുന്നു. ശേഷം പെട്ടെന്ന് റാറ്റിൻ വന്ന് അവളെ പൊതിയുന്നു. അങ്ങനെ അവൾ പൂർണ്ണമായും റാറ്റിനായി മാറുന്നു. ഫാങ് അതിന്റെ അടുത്തേക്ക് പോയി കൈവച്ചതും റാറ്റിനും അവന്റെ കയ്യിൽ പിടിക്കുന്നു. ഇതേ സമയം ജോയുടെ വൈഫും ഗുണ്ടയും അങ്ങോട്ടേക്ക് വരുന്നു. അവർ വന്ന് ഫാങ്ങിനെ അടിക്കുന്നു. ഗുണ്ട ഫാങ്ങിനെ ഒരുപാട് അടിക്കുമ്പോൾ പെട്ടെന്ന് ഫാങ് അവനെ തിരിച്ചടിക്കുകയും അവന്റെ ചുണ്ടൊക്കെ പൊട്ടുകയും ചെയ്യുന്നു. ഫാങ് ആകട്ടെ ഇത് ഞാൻ തന്നെയാണോ ചെയ്തത് എന്ന രീതിയിൽ അവന്റെ കൈയൊക്കെ നോക്കുന്നു. പെട്ടെന്ന് ഗുണ്ട ചുറ്റികയെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. ഫാങ്ങിനെ അടിക്കുന്നത് കണ്ട് റാറ്റൻ അവനെ രക്ഷിക്കാനായി വരുന്നു. അത് ഫാങ്ങും കാണുന്നു. ഗുണ്ട ഇവനെ എങ്ങോട്ടാ കൊണ്ടുപോവേണ്ടത് എന്ന് ചോദിക്കുന്നു. ഡാനയിലേക്കാണ് എന്ന് ജോയുടെ വൈഫ് പറയുന്നത് കേട്ട് റാറ്റൻ ഫാങ്ങിനെ രക്ഷിക്കാതെ മടങ്ങിപ്പോകുന്നു. ശേഷം അവർ ഫാങ്ങിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ യാന് ഫാങ്ങിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ഇതേ സമയം ഫ്രണ്ടും ഫാങ്ങിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നു. അവൻ ഫാങ്ങിനെയും തിരഞ്ഞ് പുറത്തു വന്നപ്പോൾ അവിടെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ സിംഗ് റെസ്റ്റ് എടുക്കുന്നത് കാണുന്നു. ഇത് കണ്ടവൻ തന്റെ ശക്തി ഉപയോഗിച്ച് അത് നശിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഫാങ് എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഫ്രണ്ടിനെ കണ്ട് യാന് ഇത് ഫാങ്ങിന്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നു. അവനും അതെ എന്ന് പറയുന്നു. എന്നിട്ട് ഫാങ് ഇപ്പൊ വീട്ടിലില്ല എന്ന് കൂടെ പറയുന്നു. ഞാൻ അവനോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അവൻ ഞാൻ ഫാങ്ങിന്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങളെക്കുറിച്ച് ഫാങ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഞാനും ഫാങ്ങിന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അവൻ തന്റെ പേരൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. ശേഷം ഫ്രണ്ട് യാനിനോട് നിനക്ക് സിംഗിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൻ അറിയാമെന്ന് പറഞ്ഞതും ഫ്രണ്ട് നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുന്നു. അതൊരു വലിയ കഥയാണ്, ഫാങ് തന്നെ അത് പറഞ്ഞു തന്നോളും എന്ന് യാനും പറയുന്നു. നീ നിന്റെ നാട്ടിൽ ഫുഡ് ഉണ്ടാക്കി വിൽക്കാണെന്നല്ലേ പറഞ്ഞത്, നിനക്ക് അതൊരു ബിസിനസ്സാക്കി മാറ്റിക്കൂടെ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. യാനിനെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നത് കണ്ട് ഫ്രണ്ട് നീ ആദ്യം അതിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്ക്, എന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ശേഷം ഞാൻ തന്നെ നിന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. ഞാനാകട്ടെ അല്ലെങ്കിലും എനിക്ക് ബിസിനസ്സിൽ നല്ല മിടുക്കുണ്ട് എന്നൊക്കെ പറയുന്നു. ഫ്രണ്ട് യാനിന്റെ തലയിൽ വാത്സല്യത്തോടെ തടവിയിട്ട് എങ്കിൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ ഫ്രണ്ടിന് യാനിനെ നേരത്തെ പരിചയമുണ്ട്, അതുകൊണ്ടാണ് അവൻ യാനിനെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട് അവിടുന്ന് പോയതും റാറ്റിന്റെ ഉള്ളിൽ നിന്ന് സിംഗും പുറത്തു വരുന്നു. സിംഗ് യാനിനെ വിളിച്ച് അവൻ ആരോടാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുന്നു. ഫാങ്ങിന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അയാളോടാണ് ഞാൻ സംസാരിച്ചത്, പിന്നെ റെസ്റ്റോറന്റ് തുടങ്ങാനായി എനിക്ക് അയാൾ ഫണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് യാനും പറയുന്നു. എന്നിട്ട് ഞാൻ ഫാങ്ങിന്റെ നാട്ടിലേക്ക് പോയതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നിന്നതും സിംഗ് അതൊക്കെ പിന്നെ സംസാരിക്കാം, ഫാങ്ങിനെ ആരോ ഡാനയിലേക്ക് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അവനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ഫാങ്ങിനെ ആ വണ്ടിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണിക്കുന്നു. ഇപ്പോ ജോ
ജോയുടെ വൈഫും ഗുണ്ടയും ജോയുടെ ഡെഡ് ബോഡി അതിൽ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഡാനയിലേക്ക് പോവാനായി നിൽക്കുന്നു. ഗുണ്ട അവളോട് ആദ്യമായിട്ടാണ് ഞാൻ അറിയാത്ത ആളുകളുടെ കൂടെയൊക്കെ ട്രിപ്പ് പോകുന്നത്, സാധാരണ ഞാൻ അറിയാത്തവരെയൊക്കെ കൊല്ലാറാണ് പതിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോയുടെ വൈഫ് സംസാരിക്കാതെ വണ്ടി എടുക്കാൻ പറയുന്നു. ഇപ്പുറത്ത് ഞാൻ ഡാനയിലേക്ക് പോവാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോ അതിന്റെ വിലയൊക്കെ കണ്ട് അവന്റെ കണ്ണ് തള്ളുന്നു. ശേഷം അവൻ വില കുറഞ്ഞ ഒരു ട്രെയിനിൽ പോവാൻ തീരുമാനിക്കുന്നു. അവൻ സിംഗിനെ വിളിച്ച് അത് പറഞ്ഞതും അവളും അതിന് സമ്മതിക്കുന്നു. ഇപ്പൊ അവർ ട്രെയിനിൽ പോകുന്നത് കാണിക്കുന്നു. സിംഗ് ആ രണ്ട് ലേഡികളുടെ ഇടയിൽ വളരെ കഷ്ടിച്ചാണ് ഇരിക്കുന്നത്. അവൾ അവനോട് ഇതാണോ നീ ബുക്ക് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അവൻ എന്റെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഫാങ്ങിനെ പോലെ റിച്ച് അല്ല, പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോ ഉറപ്പായിട്ടും ഫ്ലൈറ്റിൽ വരാം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവൻ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് എന്ന് ചോദിക്കുന്നു. ഇനി നിന്റെ കൂടെ ഞാൻ ഒരു സ്ഥലത്തേക്കും വരുന്നില്ല, അതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് അവളും പറയുന്നു. എന്നിട്ട് അവനോട് നിന്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ചാരിറ്റി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അനാഥരായ കുട്ടികൾക്ക് ഞാൻ ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നൽകും എന്നൊക്കെ അവൻ പറയുന്നു. അവൾ അവനോട് അതിന് കുറെ പൈസയാവില്ലേ എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഞാൻ ഒപ്പിക്കും എന്നവൻ പറഞ്ഞതും സിംഗിന്റെ അടുത്തിരിക്കുന്ന ലേഡി പൈസയില്ലാത്ത നിന്നെ കൊണ്ടൊന്നും ചാരിറ്റി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കളിയാക്കി പറയുന്നു. സിംഗ് അവിടെ ബുദ്ധിമുട്ടി ഇരിക്കുന്നത് കണ്ടവൻ അവളോട് വിൻഡോ സീറ്റിലേക്ക് ഇരിക്കാൻ പറയുന്നു. അവളും അതുപോലെ ചെയ്യുന്നു. സിംഗിന്റെ മുന്നിലിരിക്കുന്ന ലേഡി സിംഗ് നല്ല സുന്ദരിയാണ്, അവളുടെ ഡ്രസ്സും കമ്മലും ലിപ്സ്റ്റിക്കും ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒപ്പം ഇരിക്കുന്ന ലേഡി അവൾ ധരിച്ചതൊക്കെ പഴയ മോഡലാണ്, പിന്നെ അവളെ കാണാനും അത്ര ഭംഗിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നു. സിംഗും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അവൾ ഞാനിപ്പോ വീക്കായി പോയി, അല്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിച്ചേനെ എന്നൊക്കെ മനസ്സിൽ പറയുന്നു. ഇപ്പുറത്ത് ഗുണ്ട ഫാങ് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. ജോയുടെ വൈഫാണെങ്കിൽ അവനോട് മിണ്ടാതിരുന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ പറയുന്നു. ഗുണ്ട അവളോട് നിനക്ക് നിന്റെ ഭർത്താവിനെ വളരെ ഇഷ്ടായിരുന്നു അല്ലേ, പക്ഷേ അവൻ ഭയങ്കര കണ്ണിങ് ആണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഫാങ്ങും അവർ പറയുന്നതൊക്കെ കേൾക്കുന്നു. അവൾ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു, 3 വർഷം മുമ്പ് ജോയുടെ ബിസിനസ് ഒക്കെ തകർന്നു, അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും അവനെ ഉപേക്ഷിച്ചു പോയി, കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഞാൻ ഡാനയിലുള്ള എന്റെ വീട്ടിലേക്ക് പോയി അവിടെയുള്ള സാധനങ്ങളൊക്കെ വിറ്റ് കടം വീട്ടി. ഞാൻ ജോയിയെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ അവൻ എന്റെ എന്താഗ്രഹവും സാധിച്ചു തരും എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവനോട് ആ കല്ല് ചോദിച്ചത് എന്നൊക്കെ അവളും പറയുന്നു. ഇത് കേട്ടുകൊണ്ട നിനക്ക് എന്തിനാണ് ആ കല്ല്, പൈസക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു. അവൾ പൈസയൊക്കെ നിന്നെ പോലെയുള്ളവർക്കല്ലേ ആവശ്യം, എനിക്കതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പുറത്ത് ഞാൻ വീണ്ടും ഒരു കപ്പ് നൂഡിൽസും കൊണ്ടുവരുന്നു. അവനത് കഴിക്കുന്നത് കണ്ട് സിംഗ് അവനോട് നീ വീണ്ടും കഴിക്കാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ എപ്പോഴാ ഡാനയിലേക്ക് എത്തുക എന്ന് ചോദിക്കുന്നു. അവൻ അവളുടെ ചെവിയിൽ ഫാങ്ങിനെ തട്ടിക്കൊണ്ടുപോയവർ ഉറപ്പായിട്ടും വണ്ടിയിലായിരിക്കും പോകുന്നത്, ട്രെയിനിന്റെ അത്ര സ്പീഡൊന്നും ഒരു വണ്ടിക്കുമില്ല, അതുകൊണ്ട് അവരെക്കാൾ മുമ്പ് നമ്മൾ അവിടെ എത്തും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പുറത്തുള്ള സീനറിയൊക്കെ കാണാൻ പറയുന്നു. അവൾ ഞാൻ സീനറിയല്ല കാണുന്നത്, നീ കഴിക്കുന്നതും നോക്കി നിൽക്കാണ്, ഇപ്പൊ തന്നെ 3 കപ്പ് നൂഡിൽസ് ഒക്കെ നീ അകത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടവൻ ആദ്യം അത് കഴിക്കുന്നത് നിർത്തിയെങ്കിലും പിന്നെ വീണ്ടും അത് കഴിക്കാൻ തുടങ്ങുന്നു. അവർ ഡാനയിലേക്ക് പോകുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.